വീട്ടുപാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റബിൾ സമൂസ. നമ്മൾ ഇൻസ്റ്റൻ്റായി രീതിയിൽ വീടുകളിൽ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സമൂസ റെഡിയാക്കി എടുക്കുന്നത്. ഇത് നമ്മൾ കടകളിൽ വാങ്ങാൻ കിട്ടുന്ന സമൂസ ഷീറ്റാണ്, റെഡിമെയ്ഡാണ്. ഇതിനകത്താണ് നമ്മൾ വെജിറ്റബിൾ സമൂസ തയ്യാറാക്കിയത്. അതിനായി നമ്മൾ ഒരു വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. വെജിറ്റബിളിൻ്റെ കൂടെ പൊട്ടറ്റോ, കോളിഫ്ലവർ, ബീൻസ് എന്നിവ വേവിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനായി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഓയിൽ ചെറിയ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം ഇട്ടു. ശേഷം നമ്മുടെ പെരിഞ്ചീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചിയും ഈ 3 അല്ലി വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് പച്ചവണം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ ചെറിയ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കും. ചെറിയ പീസ് നമ്മൾ ചെറിയ മീഡിയം ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം സവോള മീഡിയം ചോപ്പ് ചെയ്തതാണ്. ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി, മസാലകളൊക്കെ ലൈറ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. സമൂസയാണ്, നമുക്ക് ലൈറ്റ് മസാലയിൽ സമൂസ റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ 1 പിഞ്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ലേശം ജീരകപ്പൊടി, ലേശം ഗരം മസാല, ലേശം മുളക് പൊടി. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിയില ഇട്ടു. നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. തീ ഒന്ന് കുറച്ചിട്ട് വേണം ഉടയ്ക്കാൻ. മസാല കരിയും. നമ്മുടെ സമൂസയുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അത്യാവശ്യം വലിയ സൂപ്പർ മാർക്കറ്റിലും ചെറിയ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒരു സമൂസ ഷീറ്റാണ്. നമ്മൾ ആ ഷീറ്റിലാണ് നമ്മളൊന്ന് വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കുക, പിന്നെ ഇങ്ങോട്ടൊന്ന് മടക്കുക, പിന്നെ ഇവനെ കുമ്പിളാക്കി എടുക്കുക. സിമ്പിളാണ്. എന്നിട്ട് ഇവനെ ഇങ്ങനെ ഫില്ല് ചെയ്യുക. ടൈറ്റ് ചെയ്ത് ഫില്ല് ചെയ്യുക. ഇങ്ങനെ മടക്കുക. മുട്ട വെള്ളയോ അല്ലെങ്കിൽ മൈദമാവോ ഉണ്ടെങ്കിൽ സൈഡിലേക്കൊന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും.
അപ്പോൾ നമ്മുടെ സമൂസ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അതേ രീതി ഷേപ്പിനനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. നമുക്ക് എണ്ണയിലിട്ട് ഇതിനെ നന്നായിട്ട് ഗോൾഡൻ ഫ്രൈ ആക്കി. നമ്മുടെ സമൂസ നന്നായിട്ട് ഗോൾഡൻ കളറായി റെഡിയായി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. നമ്മുടെ സമൂസ നമുക്കൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമ്മുടെ സമൂസ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചുരുങ്ങിയ ചേരുവകൾ വെച്ച്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഐറ്റമായി വീണ്ടും കാണാം.